ലോകത്തിലേക്ക് വരാനിരിക്കുന്ന സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ നീയാണെന്ന് ഒക്കെയുള്ള ആഴമായ വിശ്വാസം. പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ഒറ്റൊരാൾ മതി നമ്മുടെ കുടുംബത്തിൽ മരിച്ചവരെ കണക്കിരിക്കുന്ന പ്രിയപ്പെട്ടവർ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്നുകൊണ്ടുള്ള ഇങ്ങനെ നിലവിളികൾ വെറുതെ ആവുമെന്നാണ് കരുതണേ. ആ ഒരു ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യജമാനനെ ഒരു വർഷം കൂടെ ഇവിടെ നിന്നോട്ടെ. വെട്ടിക്കളയാനായിട്ട് യജമാനൻ നിശ്ചയിച്ചുറപ്പിച്ച ഒരു വൃക്ഷത്തിന് ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. അതേ കൃഷിക്കാരൻ്റെ, തോട്ടക്കാരൻ്റെ ഓർമ്മയാണ് വിശുദ്ധ മർത്ത നമുക്ക് തരണേ. ലാസർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ അതിനുള്ള കാരണം ഈ പെങ്ങളുടെ ആഴത്തിലുള്ള വിശ്വാസം, ഉള്ളുലഞ്ഞ ഏറ്റുപറച്ചിലാണ്. മർത്തയെക്കുറിച്ച് ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് പ്രായമായ ഒരു സ്ത്രീ എന്നുള്ള ഒരു ചിന്തയൊക്കെ മാറ്റിവെച്ചേക്കും. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും സുന്ദരിയായിട്ടുള്ള, ഉള്ളു നിറച്ചിങ്ങനെ വിശ്വാസം കൊണ്ട് ജ്വലിച്ചിരുന്ന, ഏറ്റവും ഇങ്ങനെ ആഢ്യത്വം നിറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന സ്ത്രീകളിൽ ഒരാൾ. അത് അവളുടെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ ലോകത്തോടുള്ള വിളിച്ചു പറയലാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളാനായിട്ട് ഒരാൾ കർത്താവിൻ്റെ മുൻപിൽ അവൻ്റെ കണ്ണോട് കണ്ണ് നോക്കി, കർത്താവേ നീ സജീവ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിളിച്ചു പറയാനും മാത്രമുള്ള വിശ്വാസത്തിൻ്റെ ആഴം. കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ജീവൻ കൊണ്ട് നിറഞ്ഞാനേ എന്നുള്ള ഉറപ്പോടുകൂടെ തൻ്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള ബലമുള്ള ഒരാൾ. വിശുദ്ധിയും വിജ്ഞാനവും സമ്മേളിക്കുന്ന ഒരു വിശുദ്ധി. അത് കണക്കൊരാൾ എൻ്റെ കുടുംബത്തിൽ ഞാനായി മാറിക്കൂടെ? മരിച്ചവരെ കണക്ക് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ നിലവിളിയും പ്രാർത്ഥനകളുമായിട്ട്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകളുമായിട്ട് അവൻ്റെ തിരുസന്നിധാനത്തിൽ നിൽക്കാനായി കർത്താവ് തിരഞ്ഞെടുക്കുന്നത് എന്നെയായിക്കോട്ടെ. പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട്. മർത്തയെ കണക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ, മർത്തായെ കണക്ക് കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന് പറ്റിപ്പോയ കുറവുകൾ ഏറ്റുപറയാൻ, മർത്തായെ കണക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിലവിളി തമ്പുരാന്റെ തിരുമുൻപിൽ സമർപ്പിക്കാം.